പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഡ്മിഷൻ ഓഫ് പാർട്ണർഷിപ്പില് പുതിയ ഒരു ഭാഗമാണ് റീവാലുവേഷൻ ഓഫ് അസെറ്റ് ആൻഡ് ലയബിലിറ്റീസ്. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റീവാല്യൂ, പുതുക്കുക. നമുക്കറിയാം, നമ്മൾ ഓരോ അസറ്റ് വാങ്ങുമ്പോഴും അതിന് മാർക്കറ്റ് വാല്യൂ എന്താണ് വ്യത്യാസപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതുവരെയുള്ള അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? റീവാല്യൂ ചെയ്യണം. അതിന്റെ പുതുക്കിയ വില കണ്ടുപിടിക്കണം എന്നുള്ളത്. അങ്ങനെ റീവാല്യൂ ചെയ്തിട്ട് അതിലെ ലാഭമോ നഷ്ടമോ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം എന്നുള്ളത്. അപ്പോ അഡ്മിഷൻ ഓഫ് പാർട്ണർഷിപ്പില് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് അക്കൗണ്ടിലെ തന്നെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് ഇത് റീവാലുവേഷൻ അക്കൗണ്ട് എന്നുള്ളത്. അപ്പൊ ആ റീവാലുവേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്നുള്ളത്. എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട്? ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ അസറ്റും ലാബിലിറ്റിയും അതിന്റെ റീവാല്യൂ ചെയ്ത എമൗണ്ട് കാണിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് ഇത് റീവാലുവേഷൻ അക്കൗണ്ട് എന്നുള്ളത്. ഓക്കെ, അവിടെ പറയുന്നുണ്ട് നമ്മുടെ ഒരു പാർട്ട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും അതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാല് നമ്മുടെ മാർക്കറ്റ് വാല്യൂ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2015 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അന്ന് നമ്മൾ 10 ലക്ഷം രൂപക്ക് ഒരു ബിൽഡിംഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 5 വർഷം കഴിഞ്ഞ് 2020 ഒരു പക്ഷെ എന്താണ് ആ സ്ഥലത്തുള്ള ബിൽഡിങ്ങിന് 10 ലക്ഷം ആയിരിക്കില്ല, അതിലേറെ ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു ഇൻക്രിമെന്റ്, അപ്പൊ അതിന്റെ ആ മാർക്കറ്റ് വാല്യൂ കണ്ടെത്തി അതിന്റെ ഡിഫറൻസ് എത്രയാണ്, അതായത് നമ്മൾ ഓൾറെഡി ബുക്കിലുള്ള വിലയും മാറിയ വിലയും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം മാത്രമാണ് എവിടെ കാണിക്കുക? റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫർണിച്ചർ 10,000 ഉണ്ടായിരുന്നു ബുക്കിൽ. എത്ര ഉണ്ടായിരുന്നു? 10,000. അതിന്റെ പുതുക്കിയ വില നമ്മൾ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ എടുക്കുന്ന സമയത്ത് അതിന്റെ പുതുക്കിയ വില നമ്മൾ കണ്ടുപിടിച്ചത് 12,000 ആണെന്ന് വിചാരിക്കാം. 10,000 ആണ് ബുക്കിലെ വാല്യൂ, 12,000 ആണ് പുതുക്കിയ വില. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് എത്രയാണ് നമ്മൾ കാണിക്കുക? 2,000 രൂപയാണ് കാണിക്കുക. എത്ര കാണിക്കുക? 2,000 രൂപയാണ് കാണിക്കുക, മറക്കുക. അപ്പൊ ഡിഫറൻസ് മാത്രമാണ്, കൂടിയാലും ശരി കുറഞ്ഞാലും ശരി. ഇപ്പോ 10,000 ഉള്ള ഫർണിച്ചർ അത് 8,000 ആയിരിക്കാണ്. അപ്പൊ എന്താണത്? കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് കേസായാലും കൂടുതലായാലും കുറവായാലും ആ ചേഞ്ചസ് മാത്രമേ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ? റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. മനസ്സിലാക്കുക എന്താണ് ചേഞ്ചസ്. അസറ്റും ലാബിലിറ്റിയും റീവാല്യൂ ചെയ്തപ്പോൾ ഉള്ള മാറ്റം, ആ ചേഞ്ചസ് എമൗണ്ട് എത്രയാണോ അത് കുറവാവാം കൂടുതലാവാം. ആ ചേഞ്ചസ് മാത്രമേ നമ്മൾ എവിടെ അക്കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ? റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. ഓക്കെ, അപ്പോ at the time of admission of a partner, asset and liabilities of a firm must be revalued. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കണം? അസറ്റും ലാബിലിറ്റിയും റീവാല്യൂ ചെയ്തിരിക്കണം. സർ, മസ്റ്റ് ആണ്, നിർബന്ധമായുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് നെസസറി ബിക്കോസ് ആക്ച്വൽ റിയലൈസബിൾ വാല്യൂ ഓഫ് എൻ അസറ്റ് ആൻഡ് ആക്ച്വൽ ലാബിലിറ്റി മേ ബി ഡിഫറെന്റ് ഫ്രം ദെയർ ബുക്ക് വാല്യൂ. എന്താവാം? ബുക്ക് വാല്യൂവിൽ കാണിക്കുന്ന അസറ്റ് ബുക്കിൽ കാണിക്കുന്ന വാല്യൂവും അതിന്റെ മാർക്കറ്റ് വാല്യൂ മേ ബി എന്താവാം? മാറ്റമുണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം എന്നുള്ളത്. ഓക്കെ, profit or loss arising on account of such revaluation up to the date of admission of a new partner may be ascertained and adjusted in the old partner's capital account in the old ratio. അതായത് അങ്ങനെ ഒരു റീവാല്യൂ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റോ ലോസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആർക്കുള്ളതാണ്? അല്ലെങ്കിൽ ആരാണ് അത് വഹിക്കേണ്ടത്? ഓൾഡ് പാർട്ട്നേഴ്സ്. ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിലാണ് എന്നുള്ളത്. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കാം. അപ്പൊ ആ ഒരു റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്തെങ്കിലും ഒരു ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരാണ് വഹിക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് ലഭിക്കുക? അത് ഓൾഡ് പാർട്ട്നേഴ്സിനാണ്. അവർ എങ്ങനെയാണ് അത് വീതിക്കേണ്ടത്? ഓൾഡ് റേഷ്യോയിലാണ് അത് അവർ വീതിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട്? അസറ്റും ലാബിലിറ്റിയും വാല്യൂ
അസറ്റിന്റെയും ലാബിലിറ്റിയുടെയും വാല്യൂവിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇതൊരു ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത കൂടി ഓർമ്മയിൽ വെക്കാൻ നമുക്ക് പിന്നീട് അത് ആവശ്യമായിട്ട് വരും. നോമിനൽ അക്കൗണ്ട്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പൊ ഇൻകവും എക്സ്പെൻസും കാണിക്കുന്ന അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയാ? നോമിനൽ അക്കൗണ്ട്. എന്ത് കാണിക്കുന്നത്? ഇൻകവും എക്സ്പെൻസും. അപ്പൊ നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്താ കാണിക്കുക? എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ്, നമ്മുടെ നഷ്ടങ്ങൾ അല്ലെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്താണ്? ഒന്നെങ്കിൽ എക്സ്പെൻസ് ഉണ്ടാവും, അല്ലെങ്കിലോ ലോസസ്, നഷ്ടങ്ങളാണ് ഉണ്ടാവുക. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിലോ ഒന്നെങ്കിൽ ഇൻകം, അല്ലെങ്കിലോ ഗെയിൻ, അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നഷ്ടങ്ങൾ നമ്മൾ ഇവിടെ കാണിക്കണം ഡെബിറ്റ് സൈഡിലും, ലാഭം, നേട്ടങ്ങൾ നമ്മൾ ഇവിടെ കാണിക്കണം ക്രെഡിറ്റ് സൈഡിലുമാണ്. നമ്മൾ പിന്നീട് നമുക്ക് ആവശ്യം വരുന്നതുകൊണ്ടാണ് ആ പോയിന്റ് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പൊ അസറ്റ് ലാബിൽ നമ്മൾ എന്ത് ചെയ്യണം? റീവാല്യൂ ചെയ്യണം. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്, റീവാല്യൂഷൻ അക്കൗണ്ട് റെക്കോർഡ് ഓൺലി ചേഞ്ചസ്. എന്താണ്? ചേഞ്ചസ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 12,000 ഉണ്ടായിരുന്നു, അത് 10,000 ആയാൽ 10,000 എന്നല്ല റെക്കോർഡ് ചെയ്യുക. എന്താ റെക്കോർഡ് ചെയ്യുക? 2,000. ആ മാറ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീവാല്യൂഷൻ അക്കൗണ്ടിൽ അക്കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റീവാല്യൂഷൻ അക്കൗണ്ട് ഫോർമാറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് റീവാല്യൂഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റിലേക്ക് വരുമ്പോ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, ഇതില് 2 കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഏതൊക്കെയാണ്? 1 അസറ്റ്, 2 ലയബിലിറ്റി. എന്താ റെക്കോർഡ് ചെയ്യുള്ളൂ? അസറ്റും ലയബിലിറ്റിയും മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അത് ആദ്യമേ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഏതൊക്കെയാണ്? അസറ്റും ലയബിലിറ്റിയും മാത്രം. ഇപ്പൊ നോക്കാം, നമ്മൾ റീവാല്യൂ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഒരു ചേഞ്ച് ആണ്. ആ ചേഞ്ച് എങ്ങനെയൊക്കെ ആവാം? ചിലപ്പോ എന്താണ്? കൂടാം, ചിലപ്പോ എന്താണ്? കുറയും. അപ്പൊ അതന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അസറ്റ് എന്ത് ചെയ്യാം? അസറ്റിന്റെ വാല്യൂവിൽ ഒരു ഇൻക്രീസ് വരാം അല്ലെ. അസറ്റ് കൂടുകയാണെങ്കിൽ അത് ഇവിടെ കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി അസറ്റിന്റെ വാല്യൂ ഡിക്രീസ്, കുറയുകയാണെങ്കിലോ അത് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോ അസറ്റ് കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും, അസറ്റ് കുറയുകയാണെങ്കിൽ എവിടെയാണ്? ഡെബിറ്റ് സൈഡിലുമാണ് കാണിക്കുക. ഇനി ലാബിലിറ്റി ആണെങ്കിലോ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ലാബിലിറ്റി കുറയുമ്പോഴാണ് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ലാബിലിറ്റി കൂടുമ്പോഴാണെങ്കിലോ ഡെബിറ്റ് ആണ് ചെയ്യുക. ഇനി അൺറെക്കോർഡഡ് അസറ്റ്, അതായത് ഇതുവരെ രേഖപ്പെടുത്താത്ത പുതിയൊരു അസറ്റ്. ഇതുവരെ അസറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരു അസറ്റ് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇനിയുള്ള ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യണം. ഇതാണ് നമ്മൾ ഇത് പറയാ അൺറെക്കോർഡഡ്, ഇതുവരെ റെക്കോർഡ് ചെയ്യാത്തത്. അപ്പൊ ശരിക്കും എന്താണ്? അസറ്റ് അവിടെ കൂടിയിരിക്കുകയാണ് അല്ലെ. അസറ്റ് കൂടിയിരിക്കുകയാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുക? അത് ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കാണിക്കുക. അതേപോലെ അൺറെക്കോർഡഡ് ലാബിലിറ്റി ആണെങ്കിലോ അതെവിടെ കാണിക്കുക? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി ഈ ഒരു അക്കൗണ്ടിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ലാഭമോ നഷ്ടമോ അത് നമ്മൾ എവിടെ കൊണ്ട് കാണിക്കുക? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് കാണിക്കുക. അത് ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിൽ. നിങ്ങൾക്ക് ഈ സൈഡിലേക്കാണ് ബാലൻസ് കിട്ടിയതെങ്കിൽ, ബാലൻസ് നമുക്ക് ഇവിടെയാണ് ബാലൻസ് ലഭിച്ചതെങ്കിൽ അത് നമുക്ക് എന്തായിരിക്കും? നഷ്ടമായിരിക്കും. അതല്ല ഡെബിറ്റ് സൈഡിലേക്കാണെങ്കിലോ ബാലൻസ് കിട്ടിയതെങ്കിൽ അത് നമുക്ക് എന്തായിരിക്കും? ലാഭമായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോ ഇതിലെ കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത് അസറ്റും ലാബിലിറ്റിയും മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെന്താണ്? അതിലെ മാറ്റങ്ങൾ മാത്രം, അതാണ് ചിഹ്നം കൂടി ഇട്ടിട്ടുള്ളത്. ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക, ഈ 2 മാറ്റമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. അപ്പൊ ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. അപ്പൊ അസറ്റ് കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, അസറ്റ് കുറയുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇപ്പൊ നമ്മൾ എന്താ കാണിക്കാം? ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഫർണിച്ചർ ആണ് നമ്മുടെ ഐറ്റം എന്ന് വിചാരിക്കുക. ഫർണിച്ചർ, അതിന്റെ ബുക്ക് വാല്യൂ 10,000 രൂപയാണെന്ന് വിചാരിക്കാം. ബുക്ക് വാല്യൂ 10,000 ആണ്. നമ്മൾ ഈ ഒരു അവസരത്തിൽ അതിനെ റീവാല്യൂ ചെയ്തു. അതിനെ പുതുക്കി മനസ്സിലായത് അത് എത്രയേ ഉള്ളൂ? 9,000 ഉള്ളൂ.
പുതുക്കിയ വില എത്രയാണ്? 9,000 രൂപയാണ്. കൂടിയോ കുറഞ്ഞോ? യെസ്, കുറഞ്ഞിട്ടുണ്ട് അല്ലെ. എത്ര കുറഞ്ഞു? 1000 രൂപ കുറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ് 10,000 അല്ല റെക്കോർഡ് ചെയ്യുക, 9,000 അല്ല റെക്കോർഡ് ചെയ്യുക. എന്താ റെക്കോർഡ് ചെയ്യുക? ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് റെക്കോർഡ് ചെയ്യുക. അത് എത്രയാണ്? 1000 രൂപയാണ് ആ ചേഞ്ചസ് എന്നുള്ളത്. അത് കൂടുകയാണോ കുറയാണോ ചെയ്തിട്ടുള്ളത്? കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കുക, അസറ്റ് ഇൻക്രീസ് ആണെങ്കിൽ, കൂടുകയാണെങ്കിലാണ് ക്രെഡിറ്റ് സൈഡില്, കുറയാണെങ്കിലോ ഡെബിറ്റ് സൈഡിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഫർണിച്ചർ. എത്രയാണ് മാറ്റം? 1000. ഇതാണ് ചെയ്യുന്ന രീതി എന്നുള്ളത്. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ഈസി ആക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു സൈഡില്, നമ്മുടെ ഡെബിറ്റ് സൈഡില് എഴുതുന്നവയെല്ലാം പൊതുവെ നമുക്ക് എന്തായിരിക്കും? നഷ്ടങ്ങളായിരിക്കും, ലോസസ് ആയിരിക്കും. ഇവിടെ ചെയ്യുന്ന എന്തായിരിക്കും? നമുക്ക് ഗെയിൻ, നേട്ടങ്ങളായിരിക്കും അല്ലെ. അസറ്റ് കൂടാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? നേട്ടമാണ് അല്ലെ. അസറ്റിന്റെ വാല്യൂ കൂടാന്ന് പറഞ്ഞാല് നമുക്ക് നേട്ടമാണ്. എന്നാൽ അസറ്റിന്റെ വാല്യൂ കുറയാന്ന് പറഞ്ഞാലോ നമുക്ക് നഷ്ടമാണ് അല്ലെ. എന്നാൽ ലയബിലിറ്റി കുറയാന്ന് പറഞ്ഞാൽ എന്താ? ലയബിലിറ്റി കുറയാന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? ലയബിലിറ്റി കുറയാന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ലയബിലിറ്റി കുറയാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണത്? നേട്ടമാണ് അല്ലെ. ഒരാൾക്ക് 5,000 രൂപ കൊടുക്കാനുണ്ട്, നമ്മൾ ചെക്ക് ചെയ്ത് മനസ്സിലായി ഒരു എൻട്രി നമ്മൾ എഴുതാൻ വിട്ടുപോയതാണ്, അയാൾക്ക് 3,000 കൊടുക്കാനുള്ളൂ. അപ്പൊ എന്താണ് അവിടെ? 3,000 കൊടുക്കാനുള്ള 2,000 രൂപ നമുക്ക് എന്താണ്? ലാഭമാണ്. അല്ലെങ്കിൽ എന്താണ്? 5,000 കൊടുക്കാനുള്ള എടുത്ത് അയാൾ എന്താണ്? 4,000 മതി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താണ്? 1,000 രൂപ നമുക്ക് എന്താണ്? ലാഭമാണ്. അപ്പോ ലാബിലിറ്റി കുറഞ്ഞാൽ നമുക്ക് എന്താണ്? ലാഭമാണ്. അസറ്റ് ആണെങ്കിലോ കൂടിയാൽ നമുക്ക് എന്താണ്? ലാഭമാണ്. ഇവിടെയാണെങ്കിൽ അസറ്റ് കുറഞ്ഞ നമുക്ക് എന്താണ്? നഷ്ടമാണ്. ലാബിലിറ്റി കൂടിയാൽ എന്താണ്? നഷ്ടമാണ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നോമിനൽ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞത്. കാരണം എന്താണ്? നഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. നേട്ടങ്ങൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റും ചെയ്യുന്നു എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? റീവാലുവേഷൻ അക്കൗണ്ട് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് ഏറ്റവും പ്രധാനപ്പെട്ട, അഡ്മിഷൻ ഓഫ് പാർട്ട്ണറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്ത്? റീവാലുവേഷൻ അക്കൗണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളെ ക്വസ്റ്റ്യനിൽ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല, ഇതിന്റെ ജേർണൽ എൻട്രി കൂടി എഴുതേണ്ടി വരും. എന്താണ്? ഇതിന്റെ ജേർണൽ എൻട്രി കൂടി എഴുതേണ്ടി വരും. വളരെ സിമ്പിൾ ആയി നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഒരു ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാവും, ഉറപ്പാണല്ലോ, നമുക്കറിയാം. ഇവിടെ ഈ അക്കൗണ്ട് പേരെന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട്. അക്കൗണ്ട് പേരെന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട ഒരു ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞാൽ അതിന്റെ ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ ഉറപ്പായിട്ടും ആരുണ്ടാവും? റീവാലുവേഷൻ അക്കൗണ്ട് ആവും. എന്താണ്? റീവാലുവേഷന്റെ ഒരു ജേർണൽ എൻട്രി എഴുതാന്ന് പറഞ്ഞാൽ അതിന്റെ ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ ഉറപ്പായിട്ടും ആരുണ്ടാവും? റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടായിരിക്കും എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഫർണിച്ചർ. ഈ ഫർണിച്ചർ എവിടെയാണ് കാണിക്കുന്നത്? ഫർണിച്ചർ എവിടെ കാണിക്കുന്നത്? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അക്കൗണ്ടില് ഡെബിറ്റ് സൈഡിലുള്ളവയെല്ലാം ജേർണൽ എൻട്രി വരുമ്പോൾ എവിടേക്ക് പോകണം? ക്രെഡിറ്റ് സൈഡിലേക്ക്. നോട്ട് ചെയ്യാം, അക്കൗണ്ടില് ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എല്ലാം ജേർണൽ എൻട്രിയിൽ എവിടെ ഉണ്ടാവും? ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഇപ്പൊ നോർമൽ നമുക്കറിയാം, ജേർണലിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലെ. ജേർണൽ ശേഷമാണ് ലെഡ്ജർ. അപ്പൊ നമ്മളൊരു ചെറിയൊരു ടെക്നിക്കാണത്. എന്ത് ചെയ്താൽ മതി? നിങ്ങളെ അക്കൗണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എല്ലാം എന്താണ്? ജേർണൽ എൻട്രി എഴുതുമ്പോൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ആര് വരും? റീവാലുവേഷൻ. പറഞ്ഞു, ഒരു സൈഡ് എപ്പോഴും ആരുണ്ടാവും? റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാവും. ഇനി ക്രെഡിറ്റ് സൈഡില്, അക്കൗണ്ടില് ക്രെഡിറ്റ് സൈഡിലെ ഐറ്റംസ് എല്ലാം ജേർണൽ എൻട്രിയിൽ എവിടെ ഉണ്ടാവും? ഡെബിറ്റ് സൈഡിലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഐറ്റംസ് പേര് നമ്മൾ ഡെബിറ്റിലേക്ക് എഴുതും. അപ്പോ ക്രെഡിറ്റ് ബ്ലാങ്ക് ആയി കിടക്കും. അവിടെ നമ്മൾ ആര് പേര് എഴുതും? റീവാലുവേഷൻ അക്കൗണ്ട് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോക്കാം അതിന്റെ ജേർണൽ എൻട്രി. അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ എന്താണ്? അസറ്റിന്റെ പേര് കൊടുക്കുക, ടു റീവാലുവേഷൻ. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റീവാലുവേഷൻ. ഇനി അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാലോ ഡിക്രീസ് ചെയ്താലോ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു അസറ്റ്. ക്ലിയർ? ദെൻ നേരെ ലാബിലിറ്റി. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ലാബിലിറ്റി.
decrease in the value of liability, liability account debtor to revaluation. Then unrecorded assets അതുപോലെ unrecorded liabilities. Unrecorded asset ആണെങ്കിൽ asset account debtor to revaluation. Then unrecorded liability ആണെങ്കിലോ revaluation account debtor to liability. Then lastly, distribution of revaluation profit. Profit ആണെങ്കിൽ revaluation account debtor to old partners and loss ആണെങ്കിലോ old partners account debtor to revaluation. നിങ്ങൾ ഒരു നോർമൽ ഒരു കേസ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അസറ്റിനെ പൊതുവെ നമുക്ക് ലഭിക്കുവാണെങ്കിൽ കൂടുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഡെബിറ്റ് ആണ് ചെയ്യുക അല്ലെ. പൊതുവെ അസറ്റിന് എന്താണ്? ഡെബിറ്റ് ആണ്. ലാബിലിറ്റിക്ക് എന്താണ്? ക്രെഡിറ്റുമാണ്. നമ്മുടെ കോമൺ ഐഡിയ നമ്മൾ ആദ്യമേ പഠിക്കുന്നതാണ് അല്ലെ. അസറ്റുകളൊക്കെ എന്താണ്? ഡെബിറ്റ് ആണ്. ലാബിലിറ്റിക്ക് എന്താണ്? ക്രെഡിറ്റ് ആണ്. അപ്പൊ അസറ്റ് കൂടാന്ന് പറയുമ്പോൾ എവിടെ ഉണ്ടാവുക? അതേ സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ തന്നെ ഉണ്ടാവുക. അസറ്റ് കുറയാന്ന് പറഞ്ഞാലോ ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കുക, അസറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ അസറ്റ് എവിടെയാണുള്ളത്? ഡെബിറ്റ് സൈഡിൽ കൂടുകയാണ്. അസറ്റ് ഡിക്രീസ് ചെയ്തു. അസറ്റ് എവിടെയാണുള്ളത്? ക്രെഡിറ്റ് സൈഡിൽ. അപ്പൊ ആ ഒരു ലോജിക് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അസറ്റ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡ്, കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ്. പിന്നെന്താണ്? മറ്റൊരു സൈഡിൽ ഒരാൾ എന്തായാലും എപ്പോഴും റീവാലുവേഷൻ അക്കൗണ്ട് ആയിരിക്കും. അപ്പൊ ഒരു സൈഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അപ്പുറം സൈഡിൽ ആരായിരിക്കും ഉണ്ടാവുക? റീവാലുവേഷൻ അക്കൗണ്ട് പറഞ്ഞ പേരായിരിക്കും ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ജേർണൽ എൻട്രീസ്. അപ്പൊ എക്സാമ്പിൾ ചിലപ്പോ എന്താണ്? റീവാലുവേഷനും അതിന്റെ ജേർണൽ എൻട്രി ഇത് മാത്രമായിട്ട് ചോദിക്കും. റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക, അതിന്റെ ജേർണൽ എൻട്രി ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ ആദ്യം നമ്മൾ നോക്കി പഠിക്കുന്നു. മേ ബി എന്താണ്? കൺഫ്യൂഷൻ ആവാം. അപ്പൊ അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആദ്യം നമ്മൾ ഒരു റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക. അതിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയ ഐറ്റംസ് എല്ലാം ഇവിടെ പോവുക, ക്രെഡിറ്റ് സൈഡിലേക്ക് പോവുക. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഏത് പേര് കൊടുക്കാം? റീവാലുവേഷൻ. ഇനി ക്രെഡിറ്റ് സൈഡിൽ എഴുതിയ ഐറ്റംസ് എല്ലാം ജേർണൽ എൻട്രിയിൽ എവിടെ പോവുക? ഡെബിറ്റ് സൈഡിൽ പോവുക. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ഏത് പേര് കൊടുക്കാം? റീവാലുവേഷൻ. ആ ഒരു ലോജിക് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനില് എപ്പോഴും ഉണ്ടാവുന്നതാണ്? ഒരു ബാലൻസ് ഷീറ്റ് ആണ് ഉണ്ടാവുക. എന്താ ഉണ്ടാവുക? ബാലൻസ് ഷീറ്റും ആ ബാലൻസ് ഷീറ്റ് താഴെ ആയിട്ട് എന്താണ്? കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷൻസ്. അപ്പൊ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ജേർണൽ എൻട്രി തയ്യാറാക്കണം, പിന്നെന്താണ്? റീവാലുവേഷൻ അക്കൗണ്ടും തയ്യാറാക്കണം. എന്തൊക്കെയാണ്? ജേർണൽ എൻട്രി വേണം, റീവാലുവേഷൻ അക്കൗണ്ട് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടത് ഒന്നാമത് നമ്മുടെ ബാലൻസ് ഷീറ്റ്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ് ഷീറ്റ് വാല്യൂ നമ്മൾ എന്ത് പറയാ? ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ബാലൻസ് ഷീറ്റിലെ വാല്യൂ ആണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ബുക്ക് വാല്യൂ ഉണ്ടായ മാറ്റങ്ങൾ, ഏതെല്ലാം അസറ്റിലാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അതാണ് എന്ത് താഴെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഓരോ പോയിന്റ് നോക്കാം. ഇപ്പോ ഒരു പുതിയ ആൾ പാർട്ട്ണർ ആണ്, വിൽ ബ്രിങ് 50,000 ആസ് ക്യാപിറ്റൽ. അയാൾ എത്ര ക്യാപിറ്റലാണ് കൊണ്ടുവരുന്നത്? 50,000. നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാൻ ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് ആവശ്യമുണ്ടോ? ഇല്ല. അസറ്റിന്റെയും ലാബിലിറ്റിയുടെയും ആവശ്യമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ പോയിന്റ് ഏതാവശ്യമില്ല? റീവാലുവേഷൻ അക്കൗണ്ടിന് ആവശ്യമില്ല. 2, സ്റ്റോക്ക് ഇൻ ട്രേഡ് ഷുഡ് ബി ഡിക്രീസ്ഡ് ബൈ 5,000. എത്ര കുറഞ്ഞു? ഡിക്രീസ്ഡ് ബൈ 5,000. സ്റ്റോക്കില് 5,000 രൂപയുടെ കുറവുണ്ടായി. ഇപ്പൊ നോക്ക്, നമ്മള് സ്റ്റോക്ക് ഇൻ ട്രേഡ് അസറ്റ് ആണല്ലേ, 35,000 ഉണ്ട്. ഇതെന്താണ്? മൈനസ് എത്ര കുറഞ്ഞു? 5,000 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്തു? അസറ്റ് കുറഞ്ഞു, അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു. ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ലാഭമാണോ നഷ്ടമാണോ? അസറ്റിലെ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? നമ്മുടെ കയ്യിൽ ക്യാഷ് നമുക്കൊരു അസറ്റ് ആണ് അല്ലെ. ഒരു എക്സാമ്പിൾ പറയാണ്, ക്യാഷ് ഒരു അസറ്റ് ആണ്. 10,000 രൂപ ക്യാഷ് ഉണ്ട്, 2,000 രൂപ കുറഞ്ഞു, നമുക്ക് എന്താണ്? നഷ്ടമല്ലേ? നഷ്ടമാണ്. അതേപോലെ തന്നെയാണെന്ന് അസറ്റില്, ഏതൊരു അസറ്റിലും കുറവ് വന്ന് നമുക്ക് എന്താണ്? നഷ്ടമാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നഷ്ടം വന്നാൽ അത് ഏത് സൈഡിലാണ്? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ലോസസ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ക്രെഡിറ്റും ചെയ്യണം എന്നുള്ളത്. സോ ഇവിടെ ഈ 5,000 രൂപയാണ് നമുക്കത് കുറവാണ് ഉണ്ടായിട്ടുള്ളത്, മൈനസ് ആണ് അവിടെ. അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്തു. നമുക്ക് ആവശ്യമുള്ളതാണ് 5,000 രൂപ. ഇനി plant and machinery should be increased to 35,000. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ബൈ എന്നാണല്ലോ അല്ലെ. ബൈ എന്നാണ് അത്രയും സംഖ്യയാണെന്ത് കൂടുക അല്ലെങ്കിൽ കുറയുക ചെയ്തത്. അത്രയും സംഖ്യ എന്ത് ചെയ്തു? കൂടി എന്നാണ് പറയുക അല്ലെ.
ബൈ ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും സംഖ്യ എന്താണ്, കൂടുകയോ കുറയുകയോ ചെയ്തതെന്നാണ്. ഇനി ഇവിടെ കാണുന്നത് ഇൻക്രീസ്ഡ് ടു. ഇൻക്രീസ്ഡ് ടു ആണെങ്കിൽ ഇതാണെന്ത്, ന്യൂ വാല്യൂ. ഓക്കെ, 2 എന്നാണെങ്കിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുക, അത് പുതിയ വാല്യൂ ആണ്. നമുക്ക് എന്താ വേണ്ടത്, ആ ഡിഫറൻസ് ആണ്, അതായത് ചേഞ്ചസ് ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കാം, പ്ലാന്റ് ആൻഡ് മിഷനറി, അതായത് പി എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മിഷനറി ആണ്. ഇത് എത്രയാണത്, 25,000. ആ 25,000 എത്രയായിട്ട് മാറി, 35 മാറി. 25,000 എന്നുള്ളത് 35,000 ആയിട്ട് മാറി. അപ്പൊ എത്രയാണ് മാറ്റം, 10,000 രൂപയാണ് മാറ്റം. എത്രയാണ് മാറ്റം, 10,000. ആ 10,000 എന്താ ചെയ്തിട്ടുള്ളത്, പ്ലസ് ആണല്ലേ. 10,000 രൂപ എന്താണ്, കൂടിയിരിക്കാണ്. 10,000 എന്താണ്, കൂടിയിരിക്കാണ്. എങ്ങനെ മനസ്സിലായത്, ബൈ എന്നുള്ള ടേം യൂസ് ചെയ്താല് അത്രയും സംഖ്യ, ആ സംഖ്യയാണ് കൂടിയത് അല്ലെങ്കിൽ ആ സംഖ്യയാണ് കുറഞ്ഞത്. 5,000 കൂടി. എന്നാൽ 2 സംഖ്യ പറഞ്ഞാലോ ആ സംഖ്യ ആയിട്ട് മാറി, അതായത് അത് പുതിയ വാല്യൂ ആണ്. അപ്പൊ നമുക്കിവിടെ എന്താ വേണ്ടത്, നമുക്ക് മാറ്റമാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, ഈ 35,000 പുതിയ വാല്യൂ, പഴയ വാല്യൂ എത്രയായിരുന്നു, 25,000. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ത്, 10,000 എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് എടുക്കണം. അതിന്റെ കൂടെ പറയുന്നുണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അപ്രീസിയേറ്റഡ് ബൈ 10%. അപ്രീസിയേഷൻ നമ്മൾ പഠിച്ചൊരു വാക്കാണ് ഡിപ്രീസിയേഷൻ അല്ലെ. ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ കുറയുക എന്നുള്ളതാണ്. അപ്പോ അപ്രീസിയേഷൻ പറഞ്ഞാലോ കൂടുക എന്നുള്ളതാണ്. അപ്പോ ലാൻഡ് ആൻഡ് ബിൽഡിംഗില് 10% എന്താണ്, ഇൻക്രീസ് ഉണ്ടായി, കൂടി എന്നാണ് പറയുന്നത്. അപ്പോ എത്ര ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 50,000 ആണ്. അപ്പൊ നമുക്ക് നോക്കാം, 50,000ന്റെ 10%, 10/100. 50,000ന്റെ 10% എത്ര വരിക, 5,000 രൂപ. അപ്പോ 50,000ന്റെ 10% 5,000. ഇതും എന്താണ്, നമുക്ക് കൂടിയിരിക്കാൻ, അപ്രീസിയേഷൻ ആണ് പറയുന്നത്. അപ്പൊ എന്താണ്, കൂടിയിരിക്കാണ്. 5,000 എന്താണ്, കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനടുത്തത് ബിൽസ് പേയബിൾ ആൻഡ് ക്രെഡിറ്റേഴ്സ് ബി ഡിക്രീസ്ഡ് ബൈ 5% ആൻഡ് 10% റെസ്പെക്റ്റീവ്ലി. അതായത് ബിൽസ് പേയബിൾ എത്രയായിട്ട് കുറഞ്ഞു, 5% കുറഞ്ഞു. ക്രെഡിറ്റേഴ്സ് എത്ര കുറഞ്ഞു, 10% കുറഞ്ഞു അല്ലെ. അപ്പൊ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്. ബിൽസ് പേയബിൾ എത്ര കുറഞ്ഞത്, 5%. ബിൽസ് പേയബിൾ 5,000 ആണ് അല്ലെ. 5,000ന്റെ 5%. എപ്പോഴും നമുക്ക് 10% കാണാൻ വളരെ സിമ്പിൾ ആണ്, ഒരു 0 ഒഴിവാക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് 5,000ന്റെ 10% കാണണം. എന്ത് ചെയ്താൽ മതി, ഈ ഒരു അവസാന 0 ഒഴിവാക്കിയാൽ മതി. 500 ആണ് 10%. അപ്പോ 5,000ന്റെ 10% എന്ന് പറഞ്ഞാൽ 500 ആണ്. നമുക്ക് എന്താ വേണ്ടത്, 5% അപ്പൊ അതിന്റെയും പകുതി. അപ്പൊ എത്ര വരിക, 250 ആണ്. അതെന്താ ചെയ്തിട്ടുള്ളത്, കുറയുക, മൈനസ് ആണ് ചെയ്തിട്ടുള്ളത്. ദെൻ ക്രെഡിറ്റേഴ്സ് 10%. ക്രെഡിറ്റേഴ്സ് എത്രയാണ്, 45,000 ആണ്. 45,000ന്റെ 10% പറയുമ്പോൾ എത്രയാണ്, ഇനി കാൽക്കുലേറ്റർ എടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഒരു 0 അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പൊ എത്ര വരാം, 4,500. ഇതും എന്താണ്, മൈനസ് ആണ്. അപ്പൊ നമുക്ക് എത്ര ഐറ്റംസ് ആയി, 1, 2, 3, 4, 5. ഈ 5 ഐറ്റംസ് ആണ് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. റെഡി ആണല്ലോ അല്ലെ. അപ്പോ സ്റ്റോക്ക് ഇൻ ട്രേഡില് 5,000 കുറഞ്ഞു. മെഷീനറി 25 ഉള്ളത് 35 ആയി. അപ്പൊ എത്രയാ, 10,000 കൂടി. ലാൻഡ് ആൻഡ് ബിൽഡിംഗില് 10% ഇൻക്രീസ് ഉണ്ടായി. അപ്പൊ എത്രയാണ്, 5,000 രൂപ കൂടി. ദെൻ ബിൽസ് പേയബിളിലും ക്രെഡിറ്റേഴ്സിലും എന്താണ്, 10% 5% കുറഞ്ഞു. ക്രെഡിറ്റേഴ്സിന്റെ 10% എന്ന് പറയുമ്പോൾ 4,500. ബിൽസ് പേയബിളിന്റെ 10% പറയുമ്പോൾ 250 എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. നമുക്കിത് അക്കൗണ്ടിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ജേണൽ എൻട്രി. നമുക്കറിയാം ആദ്യം ജേണൽ എൻട്രി ആണ്, പിന്നെയാണ് നമുക്ക് എന്ത് വരിക, റിവാലുവേഷൻ അക്കൗണ്ട് വരിക. അപ്പൊ നമുക്ക് ജേണലിന് പകരമായിട്ട് ആദ്യം റിവാലുവേഷൻ അക്കൗണ്ട് നോക്കാം. ഓക്കെ, അപ്പൊ അതില് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറി എമൗണ്ട് ഒന്ന് കയറി പോയിട്ട് ശ്രദ്ധിക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി 10,000 അല്ലെ. പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുള്ളതാണ്, നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ളതാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 25,000 ഉള്ളത് എത്രയായിട്ട് മാറി, 35 ആയിട്ട് മാറി. എത്രയാണ്, 10,000 രൂപ ഇൻക്രിമെന്റ് ഉണ്ടായി. ഓക്കെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാണ്,
5000 രൂപ ഇൻക്രിമെന്റ് ഉണ്ടായി. ഓക്കെ, അതുപോലെ ബിൽസ് പേയബിൾ 250, ക്രെഡിറ്റേഴ്സ് 4500, സ്റ്റോക്ക് 5000. പക്ഷെ ഇവിടെ നമുക്ക് എന്തറിയണം, എന്തുകൊണ്ടാണ് ഇത് ക്രെഡിറ്റിൽ വന്നത്, എന്തുകൊണ്ടാണ് ഡെബിറ്റിൽ വന്നത്? നമുക്ക് നോക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറി അത് അസറ്റ് ആണ്. നമുക്ക് ആദ്യമേ അറിയാം, അസറ്റും ലാബിലിറ്റിയും മാത്രമേ ഇതിൽ അക്കൗണ്ട് ചെയ്യുന്നുള്ളൂ. അസറ്റിൽ എന്താണ്, കൂടുകയോ കുറയുകയോ ചെയ്യാം. ലാബിലിറ്റി എന്താണ്, കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇതാണ് അവസ്ഥ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ എന്താണ് സംഭവിച്ചത്? പ്ലാന്റ് ആൻഡ് മെഷീനറി 35,000 വർദ്ധിച്ചു. അപ്പൊ എത്ര കൂടി? 10,000 രൂപ കൂടി. അസറ്റ് കൂടുകയാണ് നമുക്ക് എന്താണത്, ലാഭമാണ് അല്ലെ? അസറ്റ് ഇൻക്രീസ് നമുക്ക് ഗെയിൻ ആണ്, നേട്ടമാണത്. അത് എവിടെ കാണിക്കാം? ക്രെഡിറ്റ് സൈഡിലാണ്. അസറ്റ് കൂടിയാൽ അത് ക്രെഡിറ്റ് സൈഡാണ്. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 5000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്തായി? അതിലും എന്ത് സംഭവിച്ചു? ഒരു ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ? 5000 രൂപയില് ഇൻക്രീസ് ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 50,000ക്ക് 10% കൂടി. അതായത് എത്ര കൂടി? 5000 രൂപ കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് എന്താണ്, ഒരു അസറ്റിലൊരു ഇൻക്രീസ് ആണ്. അപ്പൊ അത് നമുക്ക് നേട്ടമാണ്, ലാഭമാണ് എന്നുള്ളത്. ഇനി ബിൽസ് പേയബിൾ 250, ക്രെഡിറ്റേഴ്സ് 4500. ഇത് രണ്ടും എന്താ നമുക്ക്? ഇത് രണ്ടും ലയബിലിറ്റി ആണ്. ഈ ലയബിലിറ്റി എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ വന്നത്? ലയബിലിറ്റി കുറഞ്ഞു, ഡിക്രീസ് ആണ് പറഞ്ഞത്. ലയബിലിറ്റി എന്താണ്? കുറഞ്ഞു. അപ്പൊ ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ ഇത് എവിടെ കാണിക്കാം? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കാം. കാരണം എന്താ? ലയബിലിറ്റി കുറയാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നേട്ടമാണ്. ലയബിലിറ്റി കുറയാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നേട്ടമാണ്. ഇനി സ്റ്റോക്ക് 5000 കാണിച്ചു. സ്റ്റോക്ക് എന്തുകൊണ്ടാണ് അവിടെ ഡെബിറ്റിൽ കാണിച്ചിട്ടുള്ളത്? സ്റ്റോക്കിൽ ഒരു കുറവുണ്ടായി എന്നാ പറഞ്ഞത്. സ്റ്റോക്കിൽ ഒരു കുറവ്, സ്റ്റോക്ക് ഡിക്രീസ് ചെയ്തു എന്നാ പറഞ്ഞത്. സ്റ്റോക്ക് കുറയുമ്പോ എന്താണത്? ഡെബിറ്റ് ആണ്. നമുക്ക് എന്താണത്? അതൊരു ലോസ് ആണ്, നമുക്ക് നഷ്ടമാണ്. ആ നഷ്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് 5000 അത് എവിടെ കാണിക്കാം? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കാം. അപ്പൊ ഇവിടെ നമ്മള് ടെക്നിക്കാണ്. ഇവിടെ സംഭവിക്കുന്നതൊക്കെ നമുക്ക് എന്താണ്? നഷ്ടമാണ്. ഇവിടെ ഉള്ളത് നമുക്ക് പ്രോഫിറ്റ്, അല്ലെങ്കിൽ എന്ത് പറയാം? ഗെയിൻ, നേട്ടം എന്ന് പറയാം. നമുക്ക് ക്ലിയർ ആണല്ലോ? ഇനി ഇവ തമ്മിൽ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ, അപ്പൊ ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഉള്ളത്. അത് ടോട്ടൽ ചെയ്യുമ്പോൾ 19,750. ഇവിടെ ആണെങ്കിലോ 5000 മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? 12,750 രൂപ ഉണ്ടാവും അല്ലെ? ഈ 12,750നെ അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2. മുമ്പ് പറഞ്ഞിട്ടുണ്ട് 3:2. ആ 3:2 നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചു കൊടുക്കുക. അതായത് 12,750 ഇൻറ്റു 3/5 മറ്റുള്ളവർക്ക് എന്താണ്? 2/5. അതാണ് ഇവിടെ കാണിക്കുന്ന 9,893 അതുപോലെ 4,917 എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതിന്റെ ജേണൽ എൻട്രി. ഇപ്പൊ ജേണൽ എൻട്രിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഐറ്റംസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജേണൽ എൻട്രി തയ്യാറാക്കാൻ പറ്റും. എന്താണ്? ഇതില് ഡെബിറ്റിൽ വന്ന ഐറ്റംസ് എല്ലാം ജേണൽ എൻട്രിയിൽ എവിടെ ഉണ്ടാവുക? ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് ആണ്. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ വന്ന ഐറ്റംസ് എല്ലാം ജേണൽ എൻട്രിയിൽ എവിടെ ഉണ്ടാവുക? ഡെബിറ്റിൽ അല്ലെ? ഈ ക്രെഡിറ്റ് ഐറ്റംസ് എല്ലാം എവിടെ ഉണ്ടാവുക? ഡെബിറ്റ് സൈഡിൽ. അപ്പോ ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവുക പ്ലാന്റ് ആൻഡ് മെഷീനറി ഡെബിറ്റ് ആണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെബിറ്റ് ആണ്, ബിൽസ് പേയബിൾ ഡെബിറ്റ് ആണ്, ക്രെഡിറ്റേഴ്സ് എന്താണ്? ഡെബിറ്റ് ആണ്. അപ്പൊ ഈ 4 ഐറ്റംസ് എന്താണ്? ഡെബിറ്റ് ആണ്. അപ്പൊ ക്രെഡിറ്റിൽ ഏത് പേരാ കൊടുക്കാം? റീവാലുവേഷൻ അക്കൗണ്ട്. ഇനി അതേപോലെ ഇവിടെ സ്റ്റോക്ക്, ജോസ് ക്യാപിറ്റൽ, സോണീസ് ക്യാപിറ്റൽ, ഈ 3 എന്താണ്? ഡെബിറ്റ് ആണ്. ആണല്ലോ? അപ്പോ ഈ ഡെബിറ്റ് ഐറ്റംസ് എല്ലാം ജേണൽ എൻട്രിയിൽ എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. ഡെബിറ്റ് ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പൊ ഡെബിറ്റിൽ ആര് വരും? റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് വരും. അപ്പോ ഇതാണ് നമ്മുടെ ജേണൽ എൻട്രിയിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്. അതൊക്കെ ഓരോന്നായി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കുന്നത് നമ്മളെ ക്യാപിറ്റൽ അക്കൗണ്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എബോസ് ക്യാപിറ്റൽ 50,000 ഓൾറെഡി പഠിച്ച് കഴിഞ്ഞതാണ്. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽ, ഇത് രണ്ടും എന്താണ്? ഡെബിറ്റ് ടു റീവാലുവേഷൻ. ഇതാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് 10,000 and 5,000.
സ്റ്റോക്ക് എന്താണ് ഇപ്പുറം സൈഡിലാണ് അല്ലെ, സ്റ്റോക്ക് എന്തായി പോയി ക്രെഡിറ്റിലായി പോയി, ഡെബിറ്റിലായി വന്നു റീവാലുവേഷൻ 5,000. പിന്നെ ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സ് നമ്മൾ ഇവിടെ കാണിച്ചത് നമുക്ക് നോക്കിയാൽ മതി, ഇത് എവിടെയാണ് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പൊ അവരെ ഇങ്ങോട്ട് വരും ഡെബിറ്റ് സൈഡിലേക്ക്. ബിൽസ് പേയബിള് ക്രെഡിറ്റേഴ്സ് എന്നാണ് ടു റീവാലുവേഷൻ 4,500. പിന്നെ അവർക്കുള്ള ലാസ്റ്റ് ലെവലിലെ പ്രോഫിറ്റ് എന്നുള്ളത് ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ജോസ് ക്യാപിറ്റൽ സോണിസ് ക്യാപിറ്റൽ 14,750. നേരത്തെ പറഞ്ഞില്ല നമ്മൾ എമൗണ്ട് അവിടെ അസ്യൂം ചെയ്ത വാല്യൂ വ്യത്യാസം 14,750 അല്ല, സോറി 12 അല്ല 14,750.